കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപകൻ ഹാജി സാഹിബ് എന്നറിയപ്പെടുന്ന VP മുഹമ്മദ് അലി ഹാജിയാണ്. VP മുഹമ്മദ് അലി ഹാജി അബുൽ അഅ്ല മൗദൂദിയുടെ അടുത്ത് പോവുകയും അദ്ദേഹത്തോട് സഹവസിക്കുകയും അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ കേൾക്കുകയും അദ്ദേഹത്തിൽ നിന്ന് നേരിട്ട് ഉപദേശം സ്വീകരിക്കുകയും അങ്ങനെ ആ ഉപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ വന്ന് ജമാഅത്തെ ഇസ്ലാമി രൂപപ്പെടുത്തുകയും അവരുടെ പ്രസിദ്ധീകരണം ഉണ്ടാക്കിയെടുക്കുകയും അവർക്ക് പ്രസാദകാലയം ഉണ്ടാക്കുകയൊക്കെ ചെയ്ത ആളാണ്. ഈ ഹാജി സാഹിബിനെ സ്വാധീനിച്ച ഒരേ ഒരു വ്യക്തി ആരാണ്? അബുൽ അഅ്ല മൗദൂദിയാണ്. ഈ ഹാജി സാഹിബിനെ തള്ളിപ്പറയാൻ കഴിയുമോ ജമാഅത്തെ ഇസ്ലാമിക്ക്? അബുൽ അഅ്ല മൗദൂദിയെ തള്ളിപ്പറയുന്നുവെങ്കിൽ ഹാജി സാഹിബിനെ തള്ളിപ്പറയേണ്ടി വരും. ഹാജി സാഹിബിനെ തള്ളിപ്പറയുകയാണെങ്കിൽ കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപകൻ തന്നെ ഇല്ലാതാകും. സ്ഥാപകനില്ലാത്തൊരു സംഘടനയ്ക്ക് നിലനിൽക്കാൻ കഴിയുമോ? നിലനിൽക്കാൻ കഴിയില്ല. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമിക്ക് വേണമെങ്കിൽ മൗദൂദിയെ തള്ളിക്കളയാം, ഹാജി സാഹിബിനെ തള്ളിക്കളയാൻ കഴിയില്ല. ഹാജി സാഹിബിൻ്റെ മാർഗ്ഗദർശകൻ ആരാണ്? അബുൽ അഅ്ല മൗദൂദിയാണ്. ഹാജി സാഹിബിനെ സ്ഥാപകനായി പരിചയപ്പെടുത്തുന്ന ആരാണ്? ജമാഅത്തെ ഇസ്ലാമിയാണ്. അപ്പോൾ ഹാജി സാഹിബിനെ VP മുഹമ്മദ് അലി ഹാജിയെ ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപകനായി കാണുകയും VP മുഹമ്മദ് അലി ഹാജിയുടെ മാർഗ്ഗദർശിയായിരുന്ന മാതൃകാ പുരുഷനായിരുന്ന മൗദൂദിയെ തള്ളിക്കളയുകയും ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ആ സംഘടനാ സംവിധാനത്തിന് കേരളത്തിൽ നിലനിൽക്കാൻ കഴിയില്ല. താൽക്കാലികമായി അവർക്ക് ഈ പുറത്തുള്ള ഈ നിറം മാറ്റാൻ കഴിഞ്ഞേക്കും. ആ പുറത്ത് അവരിപ്പോൾ പുതിയൊരു പെയിൻ്റ് അടിച്ചിരിക്കുകയാണ്. നേരത്തെ ഉണ്ടായിരുന്ന പുള്ളിപ്പുലിയുടെ പെയിൻറ് മാറ്റിയിട്ട് പകരം ഒരു പെയിൻ്റ് അടിച്ചിരിക്കുകയാണ്. ഈ പെയിൻറ് താൽക്കാലികമായ നിലനിൽക്കൂ. എപ്പോഴും അവർക്ക് ജമാഅത്തെ ഇസ്ലാമിയുടെ വേദികളിൽ മൗദൂദിയെ പറയേണ്ടി വരും, മൗദൂദിയെക്കുറിച്ച് സംസാരിക്കേണ്ടി വരും. അതിനുശേഷം P മുജീബ് റഹ്മാൻ ഇത് പറഞ്ഞതിന് ശേഷം ജമാഅത്തെ ഇസ്ലാമിയുടെ യുവജന വിഭാഗമായ സോളിഡാരിറ്റിയുടെ സംസ്ഥാന മീറ്റിൻ്റെ ഒരു കാർഡ് ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഈ സാമൂഹിക മാധ്യമങ്ങളിൽ ഇറങ്ങിയ കാർഡിൽ അബുൽ അഅ്ല മൗദൂദിയുടെ ഫോട്ടോ ആണ് പതിച്ചിട്ടുള്ളത്. ആ ഫോട്ടോയിൽ അബുൽ അഅ്ല മൗദൂദിയുടെ ഒരു വാചകവും കൂടി ചേർത്തിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ വിമർശകരെ ലാക്കാക്കിക്കൊണ്ടുള്ള, മൗദൂദിയുടെ വിമർശകരെ ലാക്കാക്കിക്കൊണ്ടുള്ള ഒരു വാചകവും കൂടി ചേർത്തിട്ടാണ് സോളിഡാരിറ്റി കാർഡ് പുറത്തിറക്കിയിട്ടുള്ളത്. അത് ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിച്ച സുന്നി പക്ഷത്തിനുള്ള മറുപടിയാണോ അതല്ല മൗദൂദിയെ തള്ളിയിട്ടുള്ള മുജീബുർ റഹ്മാനുള്ള മറുപടിയാണോ എന്നത് സോളിഡാരിറ്റി തന്നെയാണ് വിശദീകരിക്കേണ്ടത്. ഞാൻ വിചാരിക്കുന്നത് മൗലാന മൗദൂദി എന്ന് പറയുന്ന അവരുടെ നേതാവിനെ തള്ളിയിട്ടുള്ള മുജീബുർ റഹ്മാനോടുള്ള വിയോജിപ്പാണ് സോളിഡാരിറ്റിയുടെ കാർഡ് എന്ന് പറഞ്ഞാൽ അമീർ തന്നെ തള്ളിപ്പറഞ്ഞാലും ഞങ്ങൾ മൗദൂദിയെ ഫോക്കസ് ചെയ്തു തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ഞങ്ങൾ മൗദൂദിയെ വീണ്ടും സമൂഹ മധ്യത്തിൽ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുമെന്ന് യുവജന പ്രസ്ഥാനം തീരുമാനമെടുക്കുകയാണ്. അടിസ്ഥാനപരമായി ജമാഅത്തെ ഇസ്ലാമിക്ക് മൗദൂദിയെ തള്ളിപ്പറയാൻ കഴിയില്ല. അങ്ങനെ പറഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമിക്ക് നിലനിൽക്കാനും കഴിയില്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ ആദ്യ തലമുറ തീർച്ചയായും അതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല.